നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. സൂപ്പർ കോപ്പ ഡി എസ്പാനയുടെ സെമി ഫൈനൽ മത്സരത്തിൽ FC ബാഴ്സലോണ ഇന്ന് അത്ലറ്റിക് ക്ലബ് ബിൽബാവോയുമായിട്ട് ഏറ്റുമുട്ടുകയാണ്. അതിന് മുന്നോടിയായിട്ട് അവരുടെ നായകൻ റാഫീഞ്ഞ ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞ ചില വാക്കുകൾ വിവാദമായി മാറിയിട്ടുണ്ട്. ഡാനി ഓൾമോയുടെ കേസിലാണ് അദ്ദേഹം അക്കാര്യം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, തീർച്ചയായിട്ടും ഇത് ഭാവിയിലെ സൈനികങ്ങളെ ബാധിക്കുന്നൊരു കാര്യമാണ്. ഇപ്പോൾ ഞാനാണ് മറ്റൊരു ക്ലബ്ബിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി നിൽക്കുന്നതെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നത് ശരിയായ തീരുമാനമാണോ എന്ന് ചിന്തിച്ചു പോകും എന്നാണ് റാഫീഞ്ഞ പറഞ്ഞത്. ചുരുക്കത്തിൽ ബാഴ്സലോണയിലേക്ക് ഇനി താരങ്ങൾ വരാനൊന്നും മടിക്കും. ഡാനി ഓൾമോ കേസ് അത്തരത്തിലുള്ളൊരു നെഗറ്റീവ് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. സ്വന്തം ക്ലബിനെ കുറിച്ച് അങ്ങനെ പ്രസ് മീറ്റിൽ അദ്ദേഹം പറഞ്ഞത് ശരിയായില്ല എന്നുള്ള വാദഗതി ഒരു ഭാഗത്ത് വരുന്നുണ്ട്. എന്നാൽ അദ്ദേഹം പറഞ്ഞത് സത്യമല്ലേ എന്ന് ചോദിക്കുന്ന മറുഭാഗവുമുണ്ട്. അതിനിടക്കാണ് ഇന്നലെ ട്രെയിനിങ് സെഷനിൽ വെച്ച് റാഫീഞ്ഞയും ജോയൻ ലാപ്പോർട്ടയും തമ്മിൽ സംസാരിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തേക്ക് വന്നത്. 1 മിനിറ്റിലധികം സമയം അവരവിടെ നിന്ന് സംസാരിക്കുകയുണ്ടായി. ഇതിൽ ജോയൻ ലാപ്പോർട്ട തൻ്റെ എതിർപ്പ് റാഫീഞ്ഞയോട് അറിയിച്ചു എന്ന തരത്തിലാണ് ആദ്യം വാർത്തകൾ വന്നതെങ്കിലും പിന്നീട് മുണ്ടോ ഡിപ്പോർട്ടിവോ ഒക്കെ സ്ഥിരീകരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, അവർ തമ്മിൽ സംസാരിച്ചു, സംഗതി ശരിയാണ്. പക്ഷേ ആ സംസാരിക്കുന്ന സമയം വരെ ഇങ്ങനെ പ്രസ് മീറ്റിലൊരു കാര്യം റാഫീഞ്ഞ പറഞ്ഞത് ജോയൻ ലാപ്പോർട്ട അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ അങ്ങോട്ടേക്ക് കാര്യങ്ങൾ പറയുകയാണ് റാഫീഞ്ഞ ചെയ്തത് എന്നും ഇപ്പോൾ ഹോസെ ആൽവരസ് ഹയയെ പോലുള്ളവർ, അദ്ദേഹം എൽ ചിരിങ്കിറ്റോ ടിവിയുടെ ജേർണലിസ്റ്റാണ്, അങ്ങനെയുള്ളവർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് റാഫീഞ്ഞയാണ് ജോയൻ ലാപ്പോർട്ടയോട് സംസാരിക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് ചെന്നത് പ്രസ് കോൺഫറൻസിന് ശേഷം. ലാപ്പോർട്ട യഥാർത്ഥത്തിൽ എന്താണ് പ്രസ് കോൺഫറൻസിൽ ഓൾമോ കേസിനെ കുറിച്ച് റാഫീഞ്ഞ പറഞ്ഞത് എന്നതിൽ അവെയർ ആയിരുന്നില്ല. റാഫീഞ്ഞ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു, ലാപ്പോർട്ടയോട് കാര്യങ്ങൾ പറഞ്ഞു. ആ പറഞ്ഞ വാക്കുകൾ തനിക്ക് റിഗ്രറ്റ് ഉണ്ട് എന്നറിയിക്കുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ട്. ഏതായാലും ഇതൊരു വലിയ വിവാദമാവാതെ ബാഴ്സലോണ ഡ്രസ്സിംഗ് റൂമിൽ നല്ല രൂപത്തിൽ കാര്യങ്ങൾ അവസാനിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകരുള്ളത്. ഡാനി ഓൾമോക്കും അതുപോലെ പാവു വിക്ടറിനും ഇതുവരെ രജിസ്ട്രേഷൻ കിട്ടാത്തതുകൊണ്ട് ഇന്ന് നടക്കുന്ന മത്സരത്തിൽ കളിക്കാൻ കഴിയില്ല. രജിസ്ട്രേഷൻ ഇനിയിപ്പോൾ കോടതിയിൽ പോയി ബാഴ്സലോണ സമ്പാദിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ബാഴ്സലോണ ഫൈനലിലേക്ക് അടക്കുകയാണെങ്കിൽ സൂപ്പർ കോപ്പ ഡി എസ്പാനയുടെ ഫൈനൽ കളിക്കാൻ അവർ അവൈലബിൾ ആയേക്കും എന്ന തരത്തിലുള്ള വാർത്തകൾ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. അതൊക്കെ പക്ഷേ കോടതി വിധി അനുസരിച്ചിരിക്കും. വീഡിയോ സനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എടുത്താം.